2024 എന്ന വർഷം ഒരുപിടി നല്ല ഓർമ്മകളും മറക്കാൻ കഴിയാത്ത ചില വേദനിപ്പിക്കുന്ന ഓർമ്മകളുമൊക്കെ നൽകി നമ്മെ വിട്ട് കടന്നു പോകാൻ അങ്കുലി പരിമിതമായ ദിവസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കുന്നു. ജയപരാജയങ്ങൾ കൊണ്ടും സുഖദുഃഖ സമ്മിശ്രമായിരിക്കുന്ന അനുഭവങ്ങൾ കൊണ്ടും ഒക്കെ നിറഞ്ഞൊരു വർഷമാണ് നമ്മെ വിട്ട് കടന്നു പോകുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ അങ്കുലി പരിമിതമായിരിക്കുന്ന ചില ദിവസങ്ങൾ മാത്രമാണ് ഇനി മുൻപിലുള്ളത്. ഈ വർഷത്തിൻ്റെ സമാപന ദിവസങ്ങളിൽ അർത്ഥസമ്പുഷ്ടമായ ഗാനങ്ങൾ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ സഹോദരി സഹോദരന്മാർ പാടിയ പാട്ടുകൾ, അതിന് വാദ്യോപകരണങ്ങൾ വീട്ടിയ ഞങ്ങളുടെ പ്രിയ കർത്തൃദാസൻ ബാവുച്ചാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ചേർന്ന് ഇവിടെ ഒരു സംഗീത സന്ധ്യ കാഴ്ചവെച്ചത് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, യേശുനാഥൻ്റെ പുനരാഗമനത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന മനോഹരമായ ഗാനത്തിൻ്റെ കേൾവി ഇനി നാം കേൾക്കാൻ പോകുന്ന നാടിനെ ആത്മിക നവോത്ഥാനത്തിലേക്ക് നയിക്കാൻ പോകുന്ന തിരുവിടത്തിൻ്റെ സന്ദേശം എല്ലാം ഈ വർഷത്തിൻ്റെ പര്യവസാന നിമിഷങ്ങളിൽ കേൾക്കാൻ സ്വർഗം നൽകിയ അവസരങ്ങൾക്കായി ഹൃദയഭാഷയിൽ നാം ദൈവത്തിന് നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാമായിരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൻ്റെ ബലമേറിയ കരത്തിൻ്റെ കീഴിൽ ദൈവം നമ്മെ സംരക്ഷിച്ചല്ലോ. ആ വലിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യണം. പ്രബല വ്യാപാരങ്ങൾ നമ്മെ വീടുവാൻ തക്കവണ്ണം ആഞ്ഞു തള്ളിയപ്പോഴും ജീവനുള്ള ദേശത്ത് നമ്മെ നിർത്തിയ ദൈവത്തിൻ്റെ കൃപയോർത്ത് ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച ദൈവജനം അധരം തുറന്ന് കരമുടിച്ച് ഇന്ന് രാത്രി ചില മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറയട്ടെ. നിശ്ചയമായിട്ടും ഈ രാത്രി നമ്മെ അനുഗ്രഹിക്കാൻ ഒരു കരം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സമാപന ദിവസങ്ങളിൽ അത് അടുത്തൊരു പുതുവർഷം കാണാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിട്ട് നൃത്തമാടുന്ന ഇരുട്ടിൻ്റെ പ്രബല വ്യാപാരമുണ്ടെങ്കിലും ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവജനം അധരം തുറന്ന് ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, ഒരു വാഗ്ദത്തത്തിൻ്റെ കരം നമ്മുടെ ശിരസിന് മീതെ ചലിക്കുന്നുണ്ട്. ഒരു വാഗ്ദത്തം ഇന്ന് രാത്രി നമ്മുടെ ശിരസിന് മീതെ ചലിക്കുന്നുണ്ട്. ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രിയിൽ ഒന്ന് പറഞ്ഞു തുടങ്ങണം, എന്നെ ഒളിച്ചവൻ വിശ്വസ്തനാണ്, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം ദൈവികമാണ്, എൻ്റെ മേൽ പകർന്ന നിയോഗം സ്വർഗീയമാണ്. ആ നിയോഗത്തിന് വിരോധമായി നിൽക്കുന്ന ദൃശ്യ മണ്ഡലങ്ങളെ, വ്യാപാരങ്ങളെ മുടിച്ചു കളയുന്ന ഒരു ദൈവത്തിൻ്റെ അഭിഷേകം ഈ പ്രഥമ രാത്രി ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ അതിരം തുറന്ന് ആത്മനിയോഗത്തോടെ ദൈവത്തെ ആരാധിച്ച് ഈ രാത്രിയിൽ ആ കരം ഇവിടെ വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന പ്രബല വ്യാപാര ശക്തികൾ എത്ര അധികാരത്തോടെ മുന്നോട്ട് വന്നാലും ഇന്ന് രാത്രി ആത്മനിയോഗം പ്രാപിച്ച് പറയണം, ആകയാൽ അവൻ്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കാര്യത്തെ സാധിപ്പിക്കും, നിങ്ങൾക്കോ യെരൂശലേമിൻ്റെ മണ്ണിൽ ഒരു അവകാശവും ഓഹരിയും ഉണ്ടാകത്തില്ല എന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അത് അടയാള സഹിതമായി ഈ രാത്രി വെളിപ്പെടുന്ന നിമിഷങ്ങളായി തീരുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഈ വർഷത്തിൻ്റെ സമാപന ദിവസങ്ങളിൽ ആത്മനിറവോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വചനത്തിൻ്റെ കേൾവി എല്ലാ നിലകളും അനുഗ്രഹത്തിന് കാരണമായി ഭവിക്കും. സമയത്തിൻ്റെ പരിമിതി കൊടുക്കും ഞാൻ മനസ്സിലാക്കുന്നു. സമയബന്ധിതമായി പരിശുദ്ധാത്മാവിൻ്റെ കീർത്തനത്തിലേക്ക് നൽകിയ ആലോചനകൾ ഈ നാട്ടിൽ ശ്രദ്ധിക്കുന്ന ബഹുമാനരായ ഈശ്വരവിശ്വാസികൾക്കും സന്നിഹിതരായിരിക്കും ദൈവജനത്തിനും അനുഗ്രഹീത കർത്തൃദാസന്മാർക്കും ഒക്കെ പ്രയോജനം ഭവിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലെ ദൈവവചനത്തിൻ്റെ അപഗ്രഥനങ്ങൾക്കായി 2 തിരുസൂക്തത്തിലേക്ക് പ്രാർത്ഥന പുരസ്സരം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമ ഗ്രന്ഥസമാഹാരങ്ങളിലെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, ഏക ചരിത്ര പുസ്തകമായിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. മൈക്രോഫോണിലൂടെ എൻ്റെ പ്രിയ സുഹൃത്ത് പാസ്റ്റർ മോസസ് വായിച്ചു കേൾപ്പിക്കുന്നു. തിരുസൂക്തങ്ങൾ പ്രാർത്ഥന പുരസ്സരം ശ്രവിച്ചാലും. അവനവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ടവനായ നസറേയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. അവനെ വെച്ച സ്ഥലം ഇതാ. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറയുവീൻ. മതി. അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തി 1:11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഈ തിരുസൂക്തങ്ങൾക്കായി കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവൻ ഇവിടെയില്ല, അവന് വെച്ച സ്ഥലം ഇതാ. അവൻ പോയതുപോലെ തന്നെ വേഗത്തിൽ മടങ്ങി വരും.
ഈ രണ്ട് വേദസൂക്തങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ കേട്ട് പരിചിതമായ ഒരു ശീർഷകം പറഞ്ഞ് ഈ സന്ദേശം ഈ പ്രഥമ രാത്രി അവതരിപ്പിക്കാൻ ഞാൻ കർത്തൃകൃപയിൽ ശരണപ്പെടുന്നു. നിസ്തുല്യനായ ക്രിസ്തു അഥവാ അതുല്യനായ ക്രിസ്തു. എൻ്റെ മുമ്പിലുള്ള കൂടപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിൻ്റെ പ്രമേയം മറക്കരുത്. നിസ്തുല്യനായ ക്രിസ്തു അർത്ഥാൽ അതുല്യനായ ക്രിസ്തു. ഈ ഭാഗങ്ങളാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ധ്യാനിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. വായിക്കപ്പെട്ട തിരുവെഴുത്തുകളുടെ പശ്ചാത്തലമൊന്ന് പറഞ്ഞിട്ട് ഈ സന്ദേശത്തിലേക്ക്, ഈ ശീർഷകത്തിലേക്ക് മടങ്ങി വരും. നമുക്കൊരുമിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്കും മർക്കോസിലേക്കും ഒരെത്തിനോട്ടം നടത്താം. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥന പുരസ്സരം നിങ്ങളായിരിക്കുമ്പോൾ ഈ പശ്ചാത്തലം ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കും ഈ നാട്ടിൽ ശ്രദ്ധിക്കുന്ന ബഹുമാനരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കുമൊക്കെയുള്ള ആത്മിക സന്ദേശവും ദൈവ ശബ്ദവുമൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് വളരെ ദൈവാശ്രയബോധത്തോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. മർക്കോസിനെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കാം. മർക്കോസിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ അത്ര കണ്ട് വ്യക്തമല്ലെങ്കിലും ആശയങ്ങളിൽ നിന്നും വായനയിൽ നിന്നും മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ വേഗത്തിലൊന്ന് ഓർപ്പിക്കുന്നു. സമ്പന്നമായൊരു കുടുംബത്തിൽ ജനിക്കപ്പെട്ടൊരു വ്യക്തിത്വമാണ് മർക്കോസ്. മർക്കോസിൻ്റെ വീട്ടിലായിരുന്നു യേശുക്രിസ്തുവിൻ ശിക്ഷഗണങ്ങളും അന്ത്യത്താഴത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയതും 120 പേര് പെന്തക്കോസ്ത് നാളിൽ ആത്മപകർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതും പത്രോസ് എന്ന അഭിഷക്തനെ 16 ചേവകളുടെ നടുവിൽ പിടിച്ചിട്ടപ്പോൾ ദൈവസഭ രോധ ഉൾപ്പെടെയുള്ള സഹോദരി ഉൾപ്പെടെയുള്ള ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചതും മർക്കോസിൻ്റെ വീടായിരുന്നു എന്ന് പറയുന്നു. അപ്പം തന്നെ ഒരു സമ്പന്ന കുടുംബത്തിലെ വ്യക്തിത്വമായിരുന്നു മർക്കോസ്. അതോടൊപ്പം തന്നെ സുവിശേഷത്തോട് അത്ര കണ്ട ആഗ്രഹവും താല്പര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തിനുടമ. താൻ എന്ന വ്യക്തിത്വത്തെ അധികം ആരും അറിയാൻ ആഗ്രഹിച്ചില്ലെങ്കിലും തന്നിലൂടെ ദൈവത്തെക്കുറിച്ച് ബോധ്യമാക്കാൻ, യേശുവിനെക്കുറിച്ച് ബോധ്യമാക്കാൻ ശ്രമിച്ചിട്ടുള്ള നല്ല വ്യക്തിത്വത്തിനുടമ. കുറച്ചുകൂടെ ഇറങ്ങി പറഞ്ഞാൽ പത്രോസ് എന്ന യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ്റെ പ്രഭാഷണങ്ങളെയൊക്കെ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരുന്ന, മൊഴിമാറ്റം നടത്തിക്കൊണ്ടിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമം. ഞാൻ ചില കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് ഹൃദയത്തിൽ ആവേശം നൽകിയ ഒരു ചിന്തയുണ്ട്. അതൊന്ന് ഞാൻ ഓർപ്പിക്കാം. മർക്കോസിൻ്റെ ശരീരഭാഷയെക്കുറിച്ച് പഠിച്ചപ്പോൾ തൻ്റെ കൈകളുടെ ഇരുകൈകളുടെ വിരലുകളെല്ലാം ബലിഷ്ടമായിരുന്നെന്നാണ് ഒരു പഠനം. തടിച്ചുരുണ്ട വിരലുകളുള്ള, ഈ വിരലുകൾ മടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്ന മർക്കോസ്. എന്തിനേറെ പറയുന്നു, കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ, വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരിക്കലും മടക്കാൻ സാധ്യതയില്ലാത്ത തടിച്ചുരുണ്ട കരങ്ങളിൽ ദൈവത്തിൻ്റെ തൂലിക കൊടുത്തിട്ട്, ഒരു മഷിത്തണ്ടോ ഒരു പേനയോ കൊടുത്തിട്ട് നസ്രയൻ യേശുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നന്നായിട്ട് എഴുതുവാൻ ഒരു മർക്കോസ് എന്ന വ്യക്തിത്വത്തെ സ്വർഗം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി ഈ ഭാഗത്ത് പരിശുദ്ധാത്മ ഒരു ആലോചന നമ്മോട് കൈമാറുന്നുണ്ട്. ഇന്നലകളിൽ ദുരന്ത അനുഭവത്തെയോ വർത്തമാന കാലഘട്ടത്തെ നിങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ നോക്കിയിരിക്കുവാനല്ല നമ്മെ വിളിച്ചൊരു ദൈവം വിശ്വസ്തനാണ്. ഇന്നലത്തെ സാഹചര്യങ്ങളെ, ഇന്നത്തെ അവസ്ഥകളെ തുടച്ചു മാറ്റിക്കൊണ്ട് വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ ഒരു കരം ഈ പ്രഥമ രാത്രി നമ്മുടെ ശിരസിന് മീതെ ചലിക്കുന്നുണ്ട്. ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇനി ഒന്നും ശരിയാകത്തില്ല, ഇനി ഒന്നും നടപ്പാകത്തില്ല, ഇതിങ്ങനെയോ പോകത്തു എന്ന് വിധിയിടുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി വചനത്തോടെ പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ദൂത് പോലെ വിളിച്ചു പറയുന്നു. 2024 തീരും മുമ്പ് തന്നെ, തിരശീല കുറിക്കുന്ന മുമ്പ് തന്നെ വാഗ്ദത്തം നൽകിയ ദൈവത്തിൻ്റെ കരം നമ്മുടെ ശിരസിന് മീതെ ചലിപ്പിച്ചിട്ട് നമ്മെ പുറത്തു കൊണ്ടുവരുമെന്ന് ഈ സുവിശേഷ യോഗത്തിൻ്റെ പ്രഥമ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഒരു ആലോചന പറഞ്ഞാൽ അതെന്നോടുള്ള പ്രവചന ശബ്ദമെന്ന് വിശ്വസിക്കുന്നവർ ആദരം തുറന്ന് കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയണം. ഇന്നലകളെ ചരിത്രമല്ല, ഇന്നത്തെ ദുരന്ത അനുഭവങ്ങളല്ല, എൻ്റെ ശിരസിന് മീതെ പകരുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അത് നിറവേറ്റം ദൈവശക്തനാന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആദരം തുറന്ന് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്ത് കൃപ പ്രാപിച്ച ദൈവജനം അല്പമിനിറ്റുകൾ അക്കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മാവിൽ ഇന്ന് രാത്രി നിങ്ങൾ ഒരുമിച്ച് പറയണം, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്ത ദൈവമാണ്. തടിച്ചുരുണ്ട കരങ്ങളിൽ ഒരു തൂലിക ചലിപ്പിക്കാൻ, നസ്രയനെ കുറിച്ച് എഴുതാൻ മർക്കോസിന്റെ കരത്തെ ബലപ്പെടുത്തിയത് സ്വർഗമാണെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയൂ, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ബലഹീനമായി തിരഞ്ഞെടുക്കും ദൈവം, ജ്ഞാനമുള്ളതിനെ ലജ്ജിപ്പാൻ പോഷത്വമായി തിരഞ്ഞെടുക്കും ദൈവം. ആ ദൈവകൃപയുടെ വല്ലഭത്വം സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ ഈ ദേശത്ത് വ്യാപരിക്കുന്നുണ്ട്. ഭവനങ്ങളിൽ മറ്റു ശ്രദ്ധിക്കുന്ന പ്രിയരെ, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, ഇനി എനിക്കൊരു ശുഭഭാവി ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ ഈ നാട്ടിൽ ഈ ദേശത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന, നിങ്ങളെ നന്നായി പണിയാൻ കഴിവില്ല ഒരു നസ്രായനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിന്റെ സമസ്ത മേഖലകൾക്കും പരിഹാരം തരാൻ യേശു മതിയായവനാണ്.
അതുകൊണ്ട് ചോരത്തിളപ്പുള്ള പ്രായത്തിൽ എനിക്ക് എവിടെ വേദി കിട്ടിയാലും അത് വീഥിയോരമാണെങ്കിലും ഇതുപോലെയുള്ള വേദിയാണെങ്കിലും അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുസൂക്തമുണ്ട്. അത് അഭിമാനത്തോടെ ഞാൻ ഇവിടുന്ന് ഉച്ചൈസ്വരം പ്രഘോഷിക്കുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെയും നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ശക്തിയോടെ ആമേൻ പറയട്ടെ. ഇന്നലകളൊരു ദുരന്ത അനുഭവങ്ങളെ ഇന്നത്തെ ദുരന്ത പശ്ചാത്തലത്തിൽ തുടച്ചു മാറ്റി ദൈവത്തിൻ്റെ ചിലത് നിറവേറ്റാൻ പദ്ധതിയുണ്ടെന്ന് തിരിച്ചറിയട്ടെ. അതിൻ്റെ ഉദാത്ത മാതൃകയായിട്ട് മർക്കോസ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇനി മർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ആധികാരികമായി ഒത്തിരി പറയാൻ പറ്റുന്നില്ല. എങ്കിലും മർക്കോസ് തൻ്റെ സുവിശേഷം എഴുതിയപ്പോൾ തൂലിക ചലിപ്പിച്ചുകൊണ്ട് നസ്രീത്തുകാരൻ്റെ യേശു ക്രിസ്തുവിനെ നന്നായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ സമ്പൂർണ്ണ വിധേയത്വമുള്ള ഒരു ദാസനായിട്ടാണ് യേശു ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത്. സമ്പൂർണ്ണ വിധേയത്വമുള്ള ഒരു ദാസനായിട്ട് യേശു ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നു. പ്രത്യേകിച്ച് താൻ അഭിസംബോധന ചെയ്തത് ഒരു റോമൻ സമൂഹത്തെയാണ്, ഒരു റോമൻ ജനതയാണ്. റോമൻ സമൂഹത്തെക്കുറിച്ച് പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ ഭരണാധികാരികൾ, ചക്രവർത്തികളാകട്ടെ, പട്ടാളക്കാരാകട്ടെ, ഉടയവരാകട്ടെ, അടിമകളാകട്ടെ, ഏത് നിലവാരത്തിൽപ്പെട്ട ആളുകളും കൃത്യനിഷ്ഠതയുള്ളവരായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാര്യം അവരെ ഏൽപ്പിച്ചാൽ കൃത്യമായി ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു സമൂഹമായിരുന്നു റോമൻ സമൂഹം എന്ന് പറയുന്നത്, റോമൻ ജനത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മർക്കോസ് റോമൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് മർക്കോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ അവിടെ യേശുവിനെ മറ്റൊരു നിലകൾ കൂടെ ചിത്രീകരിക്കാൻ മർക്കോസിന് കഴിഞ്ഞിട്ടുണ്ട്. കർമ്മനിരതനായി പ്രവർത്തിക്കുന്ന യേശുവിനെ ഇന്ന് രാത്രി ഞാൻ ഈ ദേശത്ത് ഉയർത്തുന്നത് മയങ്ങാത്തൊരു ദൈവത്തെയാണ്, ഉറങ്ങാത്തൊരു ദൈവത്തെയാണ്, ഗമനാഗമനങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തെയാണ്. കർമ്മനിരതനായി പ്രവർത്തിക്കുന്ന ഒരു നസ്രായൻ ഇന്ന് രാത്രിയിൽ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഭവനത്തിൻ്റെ അകത്തും അങ്കണത്തിലും ഒക്കെ ഇരുന്നു കൊണ്ട് ഈ തിരുവെടുത്ത് ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ഈശ്വര വിശ്വാസികളെ പലതിലും ആശ്രയിച്ചിട്ടും ഭേദം വരാത്ത വിഷയമായിട്ടാണോ ഈ സന്ധ്യയിൽ ഇടനെഞ്ചു പൊട്ടി വേദനിച്ച് മറ്റാരോടും പറയാതെ നിങ്ങളായിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന നസ്രായൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സംഗീതത്തിൽ ഉയർത്തിയ നസ്രായൻ, അവൻ കർമ്മനിരതനായി പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തുവാണ്. എൻ്റെ മുമ്പിൽ കൂടപ്പെട്ട ദൈവജനത്തോട് ആത്മനിയോഗത്തോടെ പറയാം, ഒരു ചെങ്കണ്ട മുമ്പിൽ നമ്മെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങനെ കൈകെട്ടി മാറിയിരിക്കത്തില്ല. തലേ രാത്രി തന്നെ കിഴക്കൻ കാറ്റിനെ പറഞ്ഞു വിട്ടിട്ട് ഫറവോനെ അധികാരങ്ങൾ തൊടാതെ വണ്ണം തൻ്റെ ജനത്തെ സംരക്ഷിക്കാൻ ചരിത്രത്തിൽ ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തിന്റെ സമാപന ദിവസങ്ങളിൽ പരിശുദ്ധാത്മ വചന വെളിപ്പാടിൽ നിങ്ങളുടെ ദൈവശബ്ദം ഇടപെടുന്നു. വിശ്വസിക്കുന്നവർ അധരം തുറന്ന് ആ കരമടിച്ച ദൈവത്തെ ഒന്ന് ആരാധിച്ചോണം. ഇന്ന് രാത്രി പറയണം, എൻ്റെ വിഷയം അടിയന്തരമാണെങ്കിൽ നാളത്തേനെ മാറ്റിയിടാതെ ഇന്നിന്റെ രാത്രി തന്നെ അടുത്ത പ്രഭാത സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കാൻ കഴിവുള്ള കർമ്മനിരതനായ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ബോധ്യമുള്ളവർ ചില മിനിറ്റുകൾ കൂടെ അധരം തുറന്ന് ആ കരമടിച്ച ആത്മബലത്തോടെ ആത്മശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു പ്രവചന ശബ്ദമായി ഇടപെടുന്നു. വിളിച്ചവൻ വിശ്വസ്തനാണ്. പ്രതിസന്ധി വരുമ്പോൾ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാറിയിരുന്ന് കൈകെട്ടിയിരിക്കുന്ന ദൈവമല്ല, ഗമനത്തെ ആഗമനത്തെ പരിപാലിക്കുന്ന സർവശക്തന്റെ കരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അടുത്തൊരു വർഷം പുതുവർഷം സന്തോഷത്തോടെ പ്രവേശിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്ന ഏതെങ്കിലുമൊക്കെ ദുർമന്ത്രവാദ പോരുകളോ അന്ധകാര ശക്തികളോ തട്ടിട്ട് നിർത്തമാടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ചം പറയണം, ഞാൻ ആരാധിക്കുന്ന നസ്രായൻ അവർ കർമ്മനിരതനാണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിഷേകത്തോടെ ഉയർത്തുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയും നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല. സ്തോത്രം. അവൻ കർമ്മനിരതനായി പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും നന്നായിട്ട് പണിയാൻ കഴിവുള്ളവൻ, പരിഹരിക്കാൻ കഴിവുള്ളവൻ, പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ. അതുകൊണ്ട് ഇന്ന് രാത്രി മർക്കോസിന്റെ സുവിശേഷം അവതരിപ്പിക്കുന്ന നസ്രായൻ കർമ്മനിരതനായി പ്രവർത്തിക്കുന്നവൻ. അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോക എന്ന നസ്രായൻ്റെ വാക്ക് കേട്ട് ശിക്ഷകണങ്ങൾ പടകിൽ പോകുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കോപിഷ്ഠയായ
ഈ ഗലീലക്കടലിനെ തർജ്ജനം ചെയ്ത് വലുതിക്ക് നിർത്തിയിട്ട് പടകിനെ അക്കരെ എത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി ആ നസ്രായനെ നമ്മൾ വിളിക്കുന്നത് കർമ്മനിരതനായി പ്രവർത്തിക്കുന്ന നസ്രായൻ. ഇന്ന് രാത്രി ഈ ദേശത്തോട് അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ സുവിശേഷത്തിൻ്റെ വക്താക്കൾ എന്ന നിലയിൽ പറയട്ടെ, ഇതൊരു മതത്തിൻ്റെ പ്രഭാഷണമല്ല, ഏതെങ്കിലും മതത്തിൻ്റെ ആചാര അനുഷ്ഠാന വിശ്വാസ പ്രമാണങ്ങളെ വ്രണപ്പെടുത്തുന്ന സന്ദേശമല്ല, നമ്മളെ നമ്മളാക്കി മാറ്റുന്ന സന്ദേശം, മനുഷ്യനെ മനുഷ്യനാക്കി കാണുവാൻ പഠിപ്പിക്കുന്ന സന്ദേശം, മനുഷ്യനെ സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന സന്ദേശം, സമൂലമായി പരിവർത്തനം നൽകി നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും കൊള്ളാകുന്നവരാക്കി വ്യക്തിത്വങ്ങളെ മാറ്റുന്ന ഉലകത്തിലെ ഏക സന്ദേശം നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശമാണ്. രാത്രിയുടെ മറവെന്ന് പട്ടാപ്പകൽ നോക്കാതെ ക്രൂരമായിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്ത് നരയധന്മാരായിരിക്കുന്ന ആളുകളെ ജയിൽ ഉള്ളറയിൽ പിടിച്ച് അടച്ചിട്ടുണ്ട്. നിയമപാലകർ അങ്ങനെ ചെയ്തപ്പോൾ ആ ജയിൽ ഉള്ളറയിൽ കിടന്നുകൊണ്ട് അവിടെ കീർത്തടങ്ങളിലേക്ക് വെളിച്ചം വീശിയപ്പോൾ, സുവിശേഷത്തിൻ്റെ പ്രകാശനം വീഴ്ചയപ്പോൾ അവർ സിംഹങ്ങളെപ്പോലെ ഗർജിച്ചവരായിരുന്നു. ആട്ടിൻകുട്ടിയെപ്പോലെ പവിത്രമാക്കി മാറ്റാൻ അവിടെ കീർത്തടത്തിൽ വ്യാപരിച്ചത് ഇഹത്തിൽ വ്യാപരിക്കുന്ന ഒരു ഇസത്തിൻ്റെയും ശക്തിയല്ല, ഇവിടുത്തെ ഒരു സാഹിത്യ രചനകളുടെ ശക്തി കൊണ്ടല്ല, മനുഷ്യനെ സമൂലമായി പരിവർത്തനം നൽകി നാടിനും നാട്ടുകാർക്കും കൊള്ളാകുന്നവനാക്കി മാറ്റിയിട്ടുള്ള ഉലകത്തിലെ ഏക സന്ദേശം സുവിശേഷമാണ്. ഉലകത്തിൽ അങ്ങനെ വ്യക്തിത്വങ്ങൾക്ക് മാറ്റം കൊടുത്തിട്ടുള്ള ഏക വ്യക്തിത്വം നസ്രയനായ ശ്രീ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഈ സന്ദേശം നമ്മുടെ കൃത്തടത്തിന് മാറ്റം നൽകുന്ന സന്ദേശമാണ്. നിസ്തുല്യനായ ക്രിസ്തു എന്ന പ്രമേയത്തിലേക്ക് പ്രാർത്ഥനയോടെ നമ്മൾ വേഗത്തിൽ പ്രവേശിക്കുന്നു. എന്താ നിസ്തുല്യത എന്ന പദത്തിന് ഒരാശയം കൊടുക്കാൻ പറ്റുന്നത്? പദവി കൊണ്ടോ അധികാരം കൊണ്ടോ ജീവിതം കൊണ്ടോ ജീവിതശൈലി കൊണ്ടോ തുലനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പദവി കൊണ്ടോ അധികാരം കൊണ്ടോ മഹത്വം കൊണ്ടോ ജീവിതം കൊണ്ടോ ജീവിതശൈലി കൊണ്ടോ തുലനം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെയെങ്കിൽ നസ്രയനായ യേശുക്രിസ്തുവിനോട് ഉലകത്തിൽ തുലനം പറയാൻ മറ്റൊരു വ്യക്തിത്വത്തിന് കഴിയത്തില്ല. ഉലകത്തിലേക്ക് രംഗപ്രവേശം ചെയ്ത മഹാരഥന്മാർക്കോ സാംസ്കാരിക പരിഷ്കർത്താക്കൾക്കോ രാഷ്ട്രശില്പികൾക്കോ ഇവിടെ നന്നായിട്ട് ഭരണം കാഴ്ചവെച്ചിട്ടുള്ള ഭരണകർത്താക്കൾക്കോ തത്വചിന്തകന്മാർക്കോ ബുദ്ധിരാക്ഷസന്മാർക്കോ രക്തക്കുതിയന്മാരായിരുന്ന ചക്രവർത്തിമാർക്കോ ഒന്നും നസ്രായനോട് തുലനം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ യേശുവിനെക്കുറിച്ച് പാടുന്നതും ഞങ്ങൾ യേശുവിനെക്കുറിച്ച് പറയുന്നതും അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് നസ്രായൻ. അതുകൊണ്ട് നമ്മൾ അഭിമാനത്തോടെ പറയും, ഉലകം കണ്ട മഹാരഥന്മാരെക്കാൾ സാംസ്കാരിക പരിഷ്കർത്താക്കളെക്കാൾ വ്യത്യസ്തനായി ഉലകത്തിൽ ജീവിച്ച ഒരുവനെയുള്ളൂ, അത് ഞാനും നിങ്ങൾ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ലോകീയ രക്ഷകനായ നസ്രയനായ ശ്രീ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നു, അവൻ്റെ മകനീയ സാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ കൂടപ്പെട്ട ദൈവജനത്തോട് ഒരു വചന വെളിപ്പാടും കൂടെ പറയാൻ സ്വർഗം എനിക്ക് നിയോഗം പകരുന്നു. നയ്യിലെ വിധവ ഒത്തിരി കരഞ്ഞുകൊണ്ട് ഇനിയുള്ള നിമിഷങ്ങൾ എൻ്റെ മകൻ്റെ ജീവൻ്റെ തുടിപ്പുകൾ നഷ്ടപ്പെട്ട ശരീരം ഒരുക്കിയിരിക്കുന്ന കുടിമാടത്തിൽ കൊണ്ടുപോയി മൂടാൻ ആളുകൾ ശ്രമിച്ച് അല്പം മണ്ണും കൂടി ഇട്ടിട്ട് തിരിച്ചു പോരണമെന്ന് ലാഘവത്തോടെ ഇരിക്കുമ്പോൾ ആ പട്ടണത്തിൽ കടന്നു ചെന്ന് കരയണ്ട എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ ശവമഞ്ചത്തെ തൊട്ടിട്ട് കരഞ്ഞ് ബാലിക്കാരനെ ജീവനോടെ തിരിച്ചു നൽകിയെങ്കിൽ 2024 തിരശ്ശീല കുറിക്കും മുമ്പ് തന്നെ അസാധ്യമെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ മേൽ ഇനി സാധിക്കത്തില്ല എന്ന് വിധിയെടുത്ത് കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് പ്രവർത്തിക്കാൻ നസ്രായന്റെ കരമിറങ്ങി വന്നിട്ടുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്ന കൃപ പ്രാപിച്ച ദൈവജനം നിർവിചാരികളെ ഇരിക്കാതെ ചില മിനിറ്റുകൾ അതരം തുറന്ന് പ്രാർത്ഥിക്കണം, അതരം തുറന്ന് സ്തോത്രം ചെയ്യണം. എൻ്റെ കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. എനിക്ക് അധികാരത്തോടെ വിശ്വാസത്തോടെ പറയാൻ പറ്റും, 2024 പൂർത്തീകരിക്കേണ്ടത് 2025 പോകാൻ അനുവദിക്കാത്തൊരു കരമാണ് ഇന്ന് രാത്രി നമ്മുടെ ശിരസിന് മീതെ ചലിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ജീവന്റെ തുടിപ്പുകൾ നഷ്ടപ്പെട്ടതിന്റെ മേൽ അധികാരത്തോടെ അതിനെ മടക്കി തരാൻ കഴിവുള്ളവന്റെ കരം ചലിക്കുന്നു. ഇന്ന് രാത്രി ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഇനി ഒരു ചുവട് വെക്കാൻ ചുമക്കുന്നവരെ അനുവദിക്കാത്തൊരു ദൈവത്തിന്റെ കരം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ചില നാളുകളെ രോഗത്തിന്റെ ഭാരം ചുമക്കുന്നുണ്ടോ, അസമാധാനത്തിന്റെ അനുഭവം ചുമക്കുന്നുണ്ടോ, വല്ലാത്ത പ്രതിസന്ധികൾ ചുമക്കുന്നുണ്ടോ? ഈ രാത്രി അത് അടിഞ്ഞു മാറുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ അത്തരം തുറന്ന കരമടിച്ച് ആത്മാവി ദൈവത്തെ ആരാധിക്കട്ടെ. ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്ന നസ്രായൻ അസമാധാനത്തിന്റെ വേലിയേറ്റങ്ങളെ തുടച്ചു മാറ്റാൻ അധികാരമുള്ള ദൈവമാണ്. ഈ രാത്രി ഈ നാട്ടിൽ ശ്രദ്ധിക്കുന്ന ബഹുമാനരെ, നിങ്ങൾ അനുഭവിക്കുന്ന അസമാധാനത്തിന്റെ കുരുക്കളെ അടിച്ചു മാറ്റി നസ്രയത്തുകാരൻ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ്. നിസ്തുല്യനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ അധികാരത്തോടോ ജീവിതത്തോടോ ജീവിതശൈലികളോടോ ചേർത്ത് നിർത്താൻ ഉലകത്തിൽ ഒരധികാരത്തിനും പറ്റില്ല. അത്ര കണ്ട് പവിത്രനാണ്. ഒരു ചിന്തകൻ പറയുന്നത് ചരിത്രത്തിൻ്റെ അന്തസത്തയും
പവിത്രതയുടെ മൂർത്തിഭാവവുമായി നസ്രായൻ നിൽക്കുന്നു. ഇന്നലകളിൽ ഇവിടെ ജീവിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നാളുകളിൽ വരാമെന്ന് പറഞ്ഞ് വാക്തത്വം പറഞ്ഞ നസ്രായൻ അവൻ അതുല്യം തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത ശ്രേഷ്ഠതയുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ അതുല്യത ശ്രേഷ്ഠതയുള്ളതാണ്. വേഗത്തിൽ ആശയങ്ങളൊന്ന് പുരോഗമിക്കുന്നു. യേശുക്രിസ്തു ചരിത്രത്തിന് മുമ്പേ ഉള്ളവനാണ്. ചരിത്രാതീതതയിൽ യേശുക്രിസ്തു നിസ്തുല്യനാണ്. 2, ചരിത്രത്തിൽ യേശുക്രിസ്തു നിസ്തുല്യനാണ്. 3-മത്തത് പുനരുത്ഥാനത്തിൽ, സ്വർഗാരോഹണത്തിൽ, പുനരാഗമനത്തിൽ യേശുക്രിസ്തു നിസ്തുല്യനാണ്. ശ്രദ്ധിക്കുന്നു, ചരിത്രാതീതതയിൽ യേശുക്രിസ്തു നിസ്തുല്യനാണ്. ചരിത്രത്തിൽ യേശുക്രിസ്തു നിസ്തുല്യനാണ്. പുനരുത്ഥാനത്തിൽ, സ്വർഗാരോഹണത്തിൽ, പുനരാഗമനത്തിൽ യേശുക്രിസ്തു നിസ്തുല്യനാണ്. അത് വിശ്വസിക്കുന്ന ദൈവജനം ഒരിക്കൽ കൂടെ കരം ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ പാടിയാട്ടെ. ഹല്ലേലൂയ. ചരിത്രാതീതയിൽ യേശുക്രിസ്തു നിസ്തുല്യൻ. ചരിത്രത്തിന് മുമ്പേ യേശുക്രിസ്തു ഉണ്ട്. ഇവിടുത്തെ ഒരു ചരിത്രകാരൻ നന്നായിട്ട് കാര്യങ്ങൾ അപഗ്രഹിച്ച് തൻ്റെ തൂലിക ചലിപ്പിച്ച് ചരിത്രം ചമയ്ക്കുന്നതിന് എത്രയോ മുമ്പ് യേശുക്രിസ്തു ഉണ്ട്. ഇവിടുത്തെ ഒരു ചരിത്രകാരൻ ജനിച്ചതിന് ശേഷമുള്ളവനല്ല യേശുക്രിസ്തു. ചരിത്രം ഉളവാകുന്നതിന് മുമ്പേ, അനാദിക്ക് മുമ്പേ ഉളവായവനാണ് യേശുക്രിസ്തു. ഈ ഭാഗത്ത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നിർമ്മിക്കപ്പെട്ടവനല്ല, നിർമ്മിച്ചവനാണ് നസ്രായൻ. സൃഷ്ടിക്കപ്പെട്ടവനല്ല, സൃഷ്ടികർത്താവാണ് നസ്രായൻ. എല്ലാത്തിനും കാരണഭൂതനായവനാണ് നസ്രായൻ. യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനത്തിൽ തന്നെ യേശുക്രിസ്തു ചരിത്രാതീതതയിൽ നിസ്തുല്യനാണെന്ന് വസ്തുത തെളിയിക്കുന്നുണ്ട്. ചില വേദസൂക്തങ്ങൾ ഞാൻ കമ്പിവാചകത്തിൽ അതിന് റെഫറൻസ് സഹിതം ഓർമ്മപ്പെടുത്തുന്നു. കുറിക്കുന്നവർക്ക് കുറിച്ചു വയ്ക്കുന്നതും സന്തോഷമാണ്. കൊലോസ്യ ലേഖനം 1:17 ഇങ്ങനെ വായിക്കുന്നു, അവൻ സർവ്വത്തിനും മുമ്പെയുള്ളവൻ, സർവ്വത്തിനും ആധാരമായിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ വാക്യത്തിനൊന്ന് കരമുയർത്തി സ്തോത്രം പറയാമോ? അവൻ സർവ്വത്തിനും മുമ്പെയുള്ളവനാണ്, സർവ്വത്തിനും ആധാരമായിരിക്കുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 1:3 പറയുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എബ്രായ ലേഖനം 1:2 ഇങ്ങനെ വായിക്കുന്നു, അവൻ താൻ സകലത്തിനും അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. കൊലോസ്യ ലേഖനം 1:15-16 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. കൊലോസ്യർ 1:15-16 അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. യോഹന്നാൻ 1:1 ഇങ്ങനെ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതെല്ലാം തന്നെ യേശുക്രിസ്തു ചരിത്രത്തിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നതിന് ദൈവത്തിൻ്റെ ശ്വാസം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന വിശുദ്ധ ബൈബിൾ നൽകുന്ന ആധികാരികമായ തെളിവാണ്. എത്ര പേര് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെ വിശ്വസിക്കുന്നുണ്ട്? വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെ വിശ്വസിക്കുന്നവർ അധരം തുറന്ന് ആ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറയും. തെറ്റില്ല. മനുഷ്യൻ്റെ ഇന്നലകളെക്കുറിച്ച്, മനുഷ്യൻ്റെ ഇന്നുകളെക്കുറിച്ച്, മനുഷ്യൻ്റെ നാളുകളെക്കുറിച്ച് സുവ്യക്തമായി അവതരിപ്പിക്കുന്ന അതുല്യ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നു, എല്ലാ തിരുവെടുത്തും ദൈവശ്വാസീയമാണ്. ഓൾ സ്ക്രിപ്ചർ ഈസ് ഗോഡ്സ് ബ്രീത്ത്ഡ്. എല്ലാ തിരുവെടുത്തും ദൈവത്തിൻ്റെ ശ്വാസം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നമ്മൾ ഒരുമിച്ച് ഇവിടെ വിതയ്ക്കുന്ന വിത്തുകൾ ജീവനുള്ള വിത്തായതുകൊണ്ട് അത് 30, 60, 100 മേനിയായി നാളുകളിൽ വിളയുമെന്നതിന് 2 പക്ഷമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തുറസായ സ്ഥലത്ത് ഒരുമിച്ച് മാറ്റമില്ലാത്ത തിരുവെടുത്ത് പാട്ടിലൂടെയും പ്രഭാഷണത്തിലൂടെയും നമ്മൾ ഉയർത്തുന്നത്. ദൈവവചനത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലയില്ല. അതിനെതിരെ വചനത്തിൻ്റെ ആധികാരികതയ്ക്കെതിരെ ചോദ്യം ചെയ്തിട്ടുള്ള പലരും നമിച്ചുപോയ ചരിത്രമേ ഈ വിശുദ്ധ ബൈബിളിൻ്റെ യാത്രയിലുള്ളത്. ഒത്തിരി കാര്യം പറയാനുണ്ട്. വോൾട്ടയറിനെ പോലെയുള്ള ഫ്രഞ്ച് വിപ്ലവ ചിന്തകനായി വോൾട്ടയറിനെ പോലെയുള്ള തത്വചിന്തകന്മാർ, നാസ്തികന്മാരൊക്കെ മുട്ടുമടക്കിയത് വിശുദ്ധ തിരുവെടുത്തിൻ്റെ ആധികാരിക മുമ്പിലാണെങ്കിൽ ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, 21-ാം നൂറ്റാണ്ടിലും വിശുദ്ധ ലിഖിതത്തിൻ്റെ യേശസ് കുറഞ്ഞു പോയിട്ടില്ല. അഭിമാനത്തോടെ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് പ്രകാശനം നടത്തി യാത്ര ചെയ്യുന്ന ഊരകത്തിലെ ഏക ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകമാണ്. വിശ്വസിക്കുന്നവർ അധരം തുറന്ന് ഈ രാത്രി ശക്തിയോടെ ആമേൻ പറഞ്ഞ് പ്രതികരിക്കുന്ന നിമിഷമാകട്ടെ. സ്തോത്രം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു.
രണ്ട് പദങ്ങൾ വേഗത്തൊന്ന് വിശദീകരിക്കുന്നു. വചനത്തിന് ഗ്രീക്കിൽ ലോഗോസ് എന്ന പദം കൊടുത്തിട്ടുണ്ട്. അതിന് വചനം അല്ലെങ്കിൽ കാരണമെന്ന ആശയം, വചനം എന്നും കാരണമെന്നും അർത്ഥം ലോഗോസിനുണ്ട്. എന്നെ ചിന്തിപ്പിച്ചത് അതിൻ്റെ എബ്രായ ഭാഷയിലെ പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥമാണ്. എന്നെ ശ്രദ്ധിക്കുന്നവർക്കായി സ്തോത്രം. എബ്രായ ഭാഷയിൽ ഡാബർ എന്ന പദമാണ് വചനത്തിന് കൊടുത്തിട്ടുള്ളത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഡാബർ എന്ന പദത്തിന് ഭയങ്കര അർത്ഥവ്യാപ്തിയുണ്ട്. എൻ്റെ ചിന്തയിൽ എൻ്റെ വായിന് ലഭിച്ചൊരാശയം പറയുന്നു, ഇറ്റ് ഹാസ് ക്രിയേറ്റിംഗ് പവർ. ഡാബർ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണ്? ഇറ്റ് ഹാസ് ക്രിയേറ്റിംഗ് പവർ. വചനത്തിന് പുനഃസൃഷ്ടിക്കാൻ പ്രാപ്തിയുണ്ട്. ഒരു പുനഃസൃഷ്ടി നടത്താൻ വചനത്തിന് പ്രാപ്തിയുണ്ട്. ഇന്ന് രാത്രിയിൽ തിരുവെടുത്തിന് പുനഃസൃഷ്ടി നടത്താൻ അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടി നടത്താൻ പ്രാപ്തിയുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി ഈ തിരുവെടുത്ത് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? പാഴും ശൂന്യമായി കിടന്ന സ്ഥലത്ത് അധികാരത്തോടെ മുടങ്ങിയ ശബ്ദം, ഒരു ഭൂമിയും ആകാശവും സസ്യങ്ങളും മൃഗജാതികളും മനുഷ്യനുമൊക്കെ ഉണ്ടാകാൻ ഉളവായത് ആധികാരികതയുടെ ശബ്ദമാണെങ്കിൽ ഇന്ന് രാത്രി അതേ വചനത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചറിയുന്നു, പുനഃസൃഷ്ടി നടത്താൻ കഴിവുള്ള വചനത്തിൻ്റെ ശക്തി, പാഴും ശൂന്യമായ ചിലതിനെ പണിയുന്ന ദൈവത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഈ നാട്ടിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദര സഹോദരി, ജീവിതം ശൂന്യമായി പോയോ, പാടായി പോയ സാഹചര്യത്തിലാണോ? എങ്ങനെ ഇത് കരിപ്പിടിപ്പിക്കുമെന്ന് കരുതി വല്ലാതെ വീർപ്പുമുട്ടുന്ന സാഹചര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ആത്മനിയോഗത്തോടെ പറയുന്നു, നിങ്ങളെ പണിയാൻ, നിങ്ങളെ പ്രയോജനമുള്ളതാക്കി മാറ്റാൻ, നിങ്ങൾ ഏറെ പ്രയോജനകരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വചനത്തിന്റെ ശക്തി ഈ രാത്രിയിൽ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഒരു പുനഃസൃഷ്ടി നടത്തുന്ന വചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു പറയുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കറിയാം, അങ്ങകലെ വീടിൻ്റെ അകത്തും ഭവനത്തിലും ഭവനാങ്കണത്തിലുമൊക്കെ ജീവിതം വല്ലാതെ പ്രതിസന്ധിയിലായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വിശേഷങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടായി പരിശുദ്ധാത്മ പറയുന്നു, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ സ്വർഗം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെ പണിയുന്ന രാത്രിയാണ്. ഞാൻ തിരിച്ചറിയുന്ന ഒരു സുവിശേഷത്തിന്റെ വക്താവ് എന്ന നിലയിൽ ക്രമരഹിതമായ ജീവിതത്തോട്, ലക്ഷ്യബോധമില്ലാത്ത ജീവിതത്തോട് പലപ്പോഴും പലതിനും ചിലതിനുമൊക്കെ ആശ്രയിച്ച് ആശ്വാസം തേടി വീട്ടിൽ വരുമ്പോൾ വല്ലാത്ത പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കുടുംബബന്ധങ്ങൾ ശിഥിലമായി പോകുന്നു, വ്യക്തിപരമായ ജീവിതത്തിന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെടുന്നു, തലമുറകളുടെ പഠന സംബന്ധമായി ഭാവികൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ ഈ ദേശത്ത് തലമുറകളുടെ ബന്ധപ്പെട്ട് ലക്ഷ്യബോധത്തെ കെടുത്തിക്കളയുന്ന ഇരുട്ടിന്റെ പ്രബല വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കി മാറ്റാൻ വചനം ഇന്ന് രാത്രി പുനഃസൃഷ്ടി നടത്തുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവർ നിർവിചാരികൾ ഇരിക്കാതെ അധരം തുറന്ന് കരമടിച്ച് ആത്മാവി ദൈവത്തെ ആരാധിക്കട്ടെ. ഈ ദേശത്ത് ചിലതിനെ പണിയുന്ന രാത്രിയാണ്. സുഹൃത്തേ, മാതാവേ, പിതാവേ, രക്തബന്ധങ്ങൾക്ക് നിങ്ങളെ വേണ്ടാതെ വന്നോ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടാതെ വന്നോ, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭാര്യ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയോ, ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയോ, മക്കൾ നിങ്ങളെ ഗൗനിക്കാതെ പോയോ, ഇന്ന് രാത്രിയിൽ ഈ 2024 എന്ന വർഷത്തിന്റെ സമാപന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, പണിയാൻ ദൈവത്തിന് പറ്റും കേട്ടോ, ക്രമീകരിക്കാൻ ദൈവത്തിന് പറ്റും കേട്ടോ. ഇനി എന്തിന് ഇങ്ങനെ ഒരു ജീവിതമെന്ന് ചിന്തിക്കുന്ന ഒരനുമുണ്ടെങ്കിൽ പണിതെടുക്കുന്ന ഒരുവന്റെ വചനത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. ഞങ്ങൾ തിരിച്ചറിയുന്നു, ഫോംലെസ് ആയതിനെ ഫോമാക്കി മാറ്റുന്ന ദൈവം, ഷേപ്പ്ലെസ് ആയതിനെ ഷേപ്പാക്കി മാറ്റുന്ന ദൈവം ഈ രാത്രി സമൂഹത്തിനും പ്രിയപ്പെട്ടവർക്ക് മാന്യതയുള്ളതാക്കി മാറ്റാൻ ഒരു കരം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വചനത്തിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്ന നിമിഷങ്ങളായി തീരുന്നു. അത് വചനത്തിന് സൃഷ്ടിപ്പിന്റെ ശക്തിയുണ്ട്. അപ്പോൾ തന്നെ കൂടപ്പെട്ട ദൈവജനത്തോടൊരു ദൂതും കൂടെ ഞാൻ പറയാം. ഇതിനൊരു ക്രിയേറ്റീവ് പവർ ഉണ്ടെങ്കിൽ, സൃഷ്ടിപ്പിന്റെ ശക്തി ഉണ്ടെങ്കിൽ, വൈദ്യശാസ്ത്രം ഏതെങ്കിലുമൊക്കെ വിഷയത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിരാശയുടെ മറുപടികൾ നൽകിയിട്ടുണ്ടെങ്കിൽ, മേഘപ്പാളികളെ കീറിമുറിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി സൗഖ്യത്തിൻ്റെ ശക്തിയെ പരിണമിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ പദത്തിന് കൊടുത്ത മറ്റൊരു ആശയം എന്താണെന്നറിയാമോ? ഇറ്റ് ഹാസ് ഹീലിംഗ് പവർ. ഇതിന് രോഗസൗഖ്യത്തിൻ്റെ ശക്തിയുണ്ട്. ഈ യോഗത്തിൻ്റെ പ്രഥമ നിമിഷങ്ങളിൽ ഈ സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ വിശ്വസിക്കുന്നു, ചിലരെ ഇന്ന് രാത്രി രോഗസൗഖ്യത്തിൻ്റെ കരം തൊടുന്ന രാത്രിയാണ്. ഡാബർ എന്ന വചനത്തിന് ഒരു പുനഃസൃഷ്ടിയുടെ ശക്തി ഉള്ളതുപോലെ നമ്മെ സൗഖ്യമാക്കാനും ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മാറാത്ത ചില രോഗങ്ങൾ പേറിക്കൊണ്ട്
കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായില്ലേ? സ്ഥിരം ചില മെഡിസിൻ കഴിച്ചിട്ട് ശരീരത്തിൻ്റെ ആരോഗ്യം കുറഞ്ഞു തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായില്ലേ? ബെർഷേബ ഗോസ്പൽ മിനിസ്ട്രീസ് ക്രമീകരിച്ചിരിക്കുന്ന ഈ സംഗീത സന്ധ്യയിലും സുവിശേഷ യോഗത്തിലും മറ്റാരുടെ കരത്തിൻ്റെ സ്പർശനമില്ലാതെ ആമേൻ ഇന്ന് രാത്രി ആണിപ്പഴുതുള്ള യേശുവിൻ്റെ കരം നിങ്ങളെ തൊടുന്ന രാത്രിയാ. സൗഖ്യമാക്കാൻ യേശുവിൻ്റെ കരം ഇവിടെ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. സൗഖ്യമാക്കാൻ അവൻ്റെ കരത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നോ? രോഗബാധയാണെങ്കിൽ അതിനെ തർജ്ജനം ചെയ്യാൻ കഴിവുള്ളവൻ, രോഗബന്ധനമാണെങ്കിൽ അതിനെ അടിച്ചു മാറ്റാൻ കഴിവുള്ളവൻ, രോഗ ആത്മാവാണെങ്കിൽ അതിനെ ശാസിക്കാൻ കഴിവുള്ളവൻ, 3 മേഖലകളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നസ്രായയുടെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഈ സന്ദേശത്തിന് ഈ ഭാഗത്ത് ദൈവജന കരമടിച്ച് ചില മിനിറ്റുകൾ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഇവിടെ വെളിപ്പെടുന്നുണ്ട്. സൗഖ്യമാക്കുന്ന ഒരു ശക്തി, വിടുവിക്കുന്ന ഒരു ശക്തി, പണിയുന്ന ഒരു ദൈവകരം ഇവിടെ വെളിപ്പെടുന്നുണ്ട്. പോരാ ശക്തിയോടെ അധരം തുറന്ന് എൻ്റെ മുമ്പിൽ കൂടപ്പെട്ട ദൈവജനം ദൈവത്തെ സ്തുതിച്ചേ. ചില രോഗങ്ങൾ ഇന്ന് രാത്രി ഈ വേദി വിട്ടു പോകുമ്പോൾ തന്നെ, ഇരിപ്പിടം വിട്ടു പോകുന്നമേ അടിയപ്പെടുമെന്ന് വിശ്വസിക്കുമ്പോൾ ഇത് മറ്റാരോടുമുള്ള ദൈവ ശബ്ദമല്ല. ഞാൻ കരഞ്ഞ എൻ്റെ വിഷയത്തിൻ്റെ അകത്ത്, ഞാൻ വേദനിച്ച എൻ്റെ വിഷയത്തിനകത്ത്, ഞാൻ തകർന്ന എൻ്റെ വിഷയത്തിനകത്ത് എൻ്റെ ഉടർച്ചകളെ എണ്ണാൻ ഒരുവൻ ഇറങ്ങി വന്നെന്ന് ബോധ്യമുള്ളവർ ഈ രാത്രി ദൈവ നിയോഗത്തോടെ ദൈവത്തെ ആരാധിച്ചേ. പരിശുദ്ധാത്മ പറയുന്നു, സുഹൃത്തെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിങ്ങളുടെ കണ്ണുനീരിനെ അവൻ തുരുത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതവന്റെ പുസ്തകത്തിൽ ലിഖിതമായിട്ടുണ്ട്. ഉഴൽച്ചകൾക്ക്, വേദനകൾക്ക്, തകർന്നതിന് മറുപടിയുടെ കരമായി ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്നു. ഇടം നെഞ്ചു പൊട്ടി കരഞ്ഞ മോർദെഖായിയെ ശിരസിന് മീതെ കടുമരം ഉയർന്നാലും ഒറ്റ രാത്രി കൊണ്ട് കാമാന്യ പദ്ധതികളെ തകിടമറിക്കാൻ കഴിവുള്ള ദൈവകൃപയുടെ വല്ലഭത്വം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്നു. വിശ്വസിക്കുന്നവർ അസാധാരണമായ ഒരു ദൈവശക്തി വചന ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന ബോധ്യമുള്ളവർ ചില മിനിറ്റുകൾ കൂടെ ആധരം തുറന്ന് ആത്മാവി ദൈവത്തെ ആരാധിക്കട്ടെ. ഉയർന്ന കടുമര പദ്ധതികൾ, ഉയർന്നിൽക്കുന്ന രോഗശക്തികളെ അടിച്ചു മാറ്റാൻ യഹൂദ ഗോത്രത്തിന്റെ ബോധസിംഹമായവൻ, ദാവീദിന്റെ വേരായവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. ചില സൗഖ്യത്തോടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ദൈവ തേജസ് വ്യാപരിക്കട്ടെ. ഭവനത്തിൽ രോഗക്കിടക്കമേലായിരിക്കുന്ന ചിലടമേൽ രോഗ സൗഖ്യം വ്യാപരിക്കട്ടെ. വൈദ്യശാസ്ത്രം കൈവിട്ട വിഷയത്തിനകത്ത് ദൈവശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന രാത്രിയാണ്. അമ്മ വൈദ്യന്മാർ കൈവിട്ട സാഹചര്യത്തിൽ പരമവൈദ്യനായ നസ്രായ കൈകാര്യം ചെയ്യുന്ന രാത്രിയാ. ലൈവിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും ചില രോഗ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ഈ രോഗം പേറിക്കൊണ്ട് അടുത്തൊരു വർഷം ഞാൻ എതിരേക്കത്തില്ല എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് സ്പർശിച്ച് ഒരു ആലോചന വിളിച്ചു പറയുന്നു. ശിരസ് ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ചില വേദികളിൽ, ചില വീഥിയോരങ്ങളിൽ നടക്കവൻ പദ്ധതി ഒരുക്കുമെന്ന് വചന വെളിപ്പാടി പരിശുദ്ധാത്മാവ് ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമരാത്രിയിൽ ആലോചന കൈമാറുന്നു. പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ചില അടയാളങ്ങൾ ശിരസിന് മീതെ ചലിക്കുന്ന രാത്രിയ. അധരം തുറന്ന കരമടിച്ച് അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ച് ശുശ്രൂഷകന്മാരെ അഹരോന്റെ പേരെഴുതിയ വടി ഒറ്റ രാത്രി പ്രകൃതിയുടെ നിയമമില്ലാതെ അത് ബദാം വൃക്ഷത്തിന്റെ ഫലവും പൂവും ഉണ്ടായതുപോലെ മറുപടിയുടെ രാത്രിയാണ്. ചില പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെട രാത്രിയാണ്. നമ്മളാരാന്ന്, നിങ്ങളുടെ വ്യാപരിക്കുന്ന അഭിഷേകം എന്താന്ന്, നിങ്ങളെ തിരഞ്ഞെടുത്ത വ്യക്തി ആരാന്ന് അടുത്ത പ്രഭാതത്തിൽ വെളിപ്പെടത്തക്ക നിലയിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്ന വിഷയമാണ്. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഈ 12 കിളി വ്യാപരിക്കട്ടെ. ചിലരുടെ മേൽ രോഗ സൗഖ്യത്തിന്റെ അധികാരം ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം. ചരിത്രാതീതയിൽ അവൻ നിസ്തുല്യനാണ്. വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇറ്റ് ഹാസ് ക്രിയേറ്റിംഗ് പവർ. ഫോംലെസ് ആയതിനെ ഫോം ആക്കി മാറ്റുന്ന, ഷേപ്പ്ലെസ് ആയതിനെ ഷേപ്പുള്ളതാക്കി മാറ്റുന്ന. സുഹൃത്തെ, ഒരു കാലഘട്ടത്തിൽ ഞങ്ങളും മാനുഷികമായിട്ടല്ല, ആധ്യാത്മിക ജീവിതത്തിൽ രൂപഭംഗിയില്ലാത്ത ഒരനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആർക്കും വേണ്ടാത്തൊരു സാഹചര്യം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളെ ഗുണമുള്ളതാക്കി മാറ്റിയത് സ്വർഗത്തിലെ ദൈവമാണ്. നസ്രയനായ യേശുക്രിസ്തുവാണ്. സമൂഹത്തിന് വേണ്ടാതെ വന്നോ നിങ്ങളെ? പ്രിയപ്പെട്ടവർക്ക് വേണ്ടാതെ വന്നോ നിങ്ങളെ? രക്തബന്ധങ്ങൾക്ക് എന്തിനേറെ പറയുന്നു,
നൊന്ത് പ്രസവിച്ച മക്കൾക്ക് വേണ്ടാതെ വന്നോ? നിങ്ങളെ നൊന്ത് പ്രസവിച്ച മക്കളെ നിങ്ങൾക്ക് വേണ്ടാതെ വന്നോ? അങ്ങനെ അവസ്ഥകൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു പുനഃസൃഷ്ടി നടത്താൻ സ്വർഗത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കരം ഇവിടെ ചലിക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ ആത്മാവിൽ അത് തിരിച്ചറിയുന്നു. ചില ഭവനങ്ങളിൽ ആ കരം വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. നാളിതുവരെ ശാപഗ്രസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ കൈമാറിയിട്ട് ഒരു ചുവടെടുത്ത് വയ്ക്കുമ്പോൾ പരാജയത്തിലേക്ക് തന്നെ വ്യക്തിത്വങ്ങളെ കൊണ്ടുപോകുന്ന കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ അകത്ത് ദുരന്ത അനുഭവങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ അനുദിന അനുഭവങ്ങളാക്കി മാറ്റുമ്പോൾ അതിനെ തിരുത്തി എഴുതാൻ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അഭിമാനത്തോടെ ഞാൻ ഒരിക്കൽ കൂടെ സുഹൃത്തുക്കളെ, ഈ നാട്ടിലെ ബഹുമാനരെ ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെയും നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല. അപ്പോൾ ചരിത്രാതീതതയിൽ യേശുക്രിസ്തു നിസ്തുല്യനാണ്. ഇനിയുള്ള ആശയങ്ങൾ മുഴുവനും പറയാൻ പറ്റുന്നില്ല, എങ്കിലും കമ്പിവാചകത്തിൽ ഈ പ്രഭാഷണം ഇവിടെ അവതരിപ്പിച്ചതുകൊണ്ട് ആശയം കമ്പിവാചകത്തിൽ പറയുന്നു. ചരിത്രാതീതതയിൽ യേശു നിസ്തുല്യനാണെങ്കിൽ ചരിത്രത്തിലും യേശുക്രിസ്തു നിസ്തുല്യനാണ്. അനുബന്ധ ചിന്തകളുണ്ടായിരുന്നു. ജനനത്തിൽ, ജീവിതത്തിൽ, ഉപദേശത്തിൽ, അവകാശ പ്രഖ്യാപനത്തിൽ, മരണത്തിലൊക്കെയും യേശുക്രിസ്തു നിസ്തുല്യനാണ്. കരമുയർത്തി ദൈവജനം കർത്താവിന് മഹത്വം കൊടുത്തു. ജനനത്തിൽ, ജീവിതത്തിൽ, ഉപദേശ പ്രഖ്യാപനങ്ങളിൽ, മരണത്തിലൊക്കെ യേശുക്രിസ്തു നിസ്തുല്യനായിരുന്നു. ചരിത്രത്തിൽ യേശുക്രിസ്തു നിസ്തുല്യൻ. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ലായിരുന്നുവെന്ന് ഏണസ്റ്റ് റനാൻ എന്നൊരു നാസ്തികൻ ഒരിക്കൽ പഠനം നടത്തിയിട്ട് പറഞ്ഞു. റനാൻ്റെ പഠനത്തിൽ അദ്ദേഹം പറഞ്ഞത് യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ല, പക്ഷേ യേശു ജീവിച്ചിരുന്നു എന്ന് കേട്ടതുകൊണ്ട് പാലസ്തീനിലേക്ക് അദ്ദേഹം ഒരു യാത്ര നടത്തി. 1861-62 കാലഘട്ടങ്ങൾ, 18-ാം നൂറ്റാണ്ടിൽ പാലസ്തീനിൽ അദ്ദേഹം പോകുന്നു. യേശു ജനിച്ച സ്ഥലം, യേശു ജീവിച്ച സ്ഥലം, യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങൾ, യേശുക്രിസ്തു ഇടനെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ച ഗെത്സമന, യേശുക്രിസ്തുവിനെ വിസ്തരിച്ച ഗബദ, യേശുക്രിസ്തുവിനെ അടക്കം ചെയ്ത ഗോൽഗോഥ. ഇവിടേക്കൊക്കെ പര്യടനം നടത്തിയിട്ട് റനാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് 5-ാമത്തെ സുവിശേഷമാണ്. തൻ്റെ കണ്ണുമുമ്പിൽ കണ്ട വസ്തുതകളെ സാക്ഷി നിർത്തിയിട്ട് റനാൻ എന്ന നാസ്തികൻ പറഞ്ഞു, 5-ാമത്തെ സുവിശേഷം. അതിൻ്റെ അർത്ഥം എന്താ? യേശുക്രിസ്തു ചരിത്രത്തിൽ ജീവിച്ചിരുന്നുവെന്ന് അദ്ദേഹം തെളിവ് സഹിതം ലോകത്തോട് പറഞ്ഞു. H.G. വെൽസ് എന്ന ചരിത്രകാരൻ പറയുന്നത്, നസ്രയത്തിലെ ഗുരുവിന് കിടയറ്റ സ്ഥാനം കൊടുക്കാതെ ഒരു മാനവരാശിയുടെ ചരിത്രം സത്യസന്ധമായി പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നസ്രയത്തിലെ ഗുരുവിന് കിടയറ്റ സ്ഥാനം ചരിത്രത്തിൽ നൽകിയ മറിയാകത്തുള്ളൂ. ഇനി ആശയങ്ങൾ വിശദീകരിക്കാൻ സമയമില്ലല്ലോ, ഞാൻ വേഗത്തിൽ പറയുന്നു. യേശുക്രിസ്തു ജനനത്തിൽ നിസ്തുല്യനാണ്. ജനായത്ത വർണ്ണത്തിൻ്റെ പിള്ളത്തൊട്ടിൽ എന്ന അപരനാമത്തോടെ അറിയപ്പെട്ടുകൊണ്ടിരുന്ന റോമൻ ഭരണകൂടം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മാർക്ക് ആൻ്റണി എന്ന ഭരണാധികാരിയെ ക്യാബിനറ്റ് ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ അനന്തരമായിട്ട് അഗസ്റ്റസ് കൈസർ, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം, അഗസ്തോസ് കൈസർ വാഴ്ചയിലേക്ക് വരുന്നു, നേതൃത്വത്തിലേക്ക് വരുന്നു. അഗസ്റ്റസ് കൈസർ തൻ്റെ ഭരണം തുടങ്ങിയപ്പോൾ കൽപ്പന പുറപ്പെടുവിച്ചു, ഓരോരുത്തരും അവരവരുടെ പട്ടണങ്ങളിൽ ചെന്ന് പേർ വടിച്ചാർത്തണം. ഈ കൽപ്പന തീവ്രമായിരുന്നു. പഠനം ഇങ്ങനെയാണ്, ഓരോ 14 വർഷം കൂടുമ്പോഴാണ് പേർ വടിച്ചാർത്തേണ്ടത്. ശ്രദ്ധിക്കുന്നു, 14-ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ അഗസ്റ്റസ് കൈസർ നേതൃത്വത്തിലേക്ക് വന്നു, കൽപ്പന പുറപ്പെടുവിച്ചു, എല്ലാവരും അവരുടെ പട്ടണങ്ങളിൽ ചെന്ന് പേർ വടിച്ചാർത്തണം. ഇത് അങ്ങകലെ യഹൂദയിലെ ബേത്ലഹേമിൽ ഏകദേശം 152 കിലോമീറ്റർ അകലെയുള്ള ഗലീലിലെ നസ്രയത്തിലും ഈ കൽപ്പന എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 13 തൊട്ട് 17 വയസ്സ് പ്രായം വരെ സാധ്യതയുള്ള മറിയം എന്ന പെൺകുട്ടി, തൻ്റെ ഭർത്താവായിരിക്കുന്ന ജോസഫ്, ഇവരൊരുമിച്ച് ഗലീലയിൽ നിന്ന് യഹൂദയിലെ ബേത്ലഹേമിലേക്ക് യാത്രയായി കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണ ഗർഭവതിയാണ് ഈ ചെറുപ്പക്കാരി. പക്ഷേ കൽപ്പന തീവ്രമായതുകൊണ്ട് യാത്ര തുടങ്ങിയിരുന്നു. 3 ദിവസം അന്നത്തെ കാലഘട്ടത്തിൽ യാത്ര തിരിക്കണമായിരുന്നു. 152 കിലോമീറ്റർ അല്ലെങ്കിൽ 90 മൈൽ യാത്ര. ആ യാത്ര 3 ദിവസം മറ്റു കഴുതപ്പുറത്തുമൊക്കെ യാത്ര ചെയ്തായിരുന്നു പോരേണ്ടി വന്നത്. അങ്ങനെ യാത്ര ചെയ്ത് പോരുമ്പോൾ പല സ്ഥലങ്ങൾ എന്നെ ശ്രദ്ധിച്ച് പോകുന്നവർ പൊക്കോട്ടെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. വേഗത്തിൽ ഞാനിത് അവസാനിപ്പിക്കാം. 3 ദിവസങ്ങൾ യാത്ര ചെയ്ത് രാവും പകലുമൊക്കെ യാത്ര ചെയ്തിട്ട് കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് വിശ്രമിക്കേണ്ട ക്യാരവൻസറുകളിൽ അല്ലെങ്കിൽ സത്രങ്ങളിലൊക്കെ വിശ്രമിച്ച് ഇവരിങ്ങോട്ട് യാത്ര തിരിച്ചു പോരുന്നു. 3-ാമത്തെ പകൽ ഇവരും യഹൂദയിലെ ബേത്ലഹേമിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ജോസഫിൻ്റെ സ്വന്തം നഗരം
പട്ടണത്തിൽ ബേത്ലഹേമിൽ എത്തിക്കഴിഞ്ഞു. അവിടെ അന്നത്തെ പകൽ ഇവർ വന്നപ്പോൾ ജനം നിബിഡീകൃതമായിരുന്നു. പേർവടി ചേർത്താൻ ആളുകൾ വന്നുകൊണ്ട് പട്ടണം ജനസാന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പം വിശ്രമിക്കാൻ ഇടം ചോദിച്ചപ്പോൾ അതിന് ലഭിക്കാതെ വന്നു. ഈ ബേത്ലഹേമിൻ്റെ ഇടവഴികളും പെരുവഴികളും നന്നായിട്ടറിയാവുന്ന ജോസഫ് രാത്രിയുടെ യാമങ്ങളിൽ ആട്ടിടയന്മാർ ആടുകളുമായി വിശ്രമിക്കാൻ സാധ്യതയുള്ള ഗുഹകളെ ലക്ഷ്യമാക്കി തൻ്റെ യാത്ര തിരിച്ചിരിക്കുന്നു. അങ്ങനെ പഠനം കിടക്കുന്നത് 19ഓളം ഗുഹകൾ യെരുശലേം ബേത്ലഹേമിൽ ഉണ്ടായിരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആ ഗുഹയുടെ ഏതോ ഭാഗത്തേക്ക് ഈ കുട്ടു സഹോദരിയുമായിട്ട്, പൂർണ്ണ ഗർഭവതിയായ സഹോദരിയുമായിട്ട് ജോസഫ് പോകുന്നു. അവിടെ ഏതോ ഒരു ഗുഹയുടെ മുമ്പിൽ അതിന് തൊട്ടടുത്ത് ആടുകളോ കന്നുകാലികളോ ഒക്കെയുണ്ട്. അതിൻ്റെ ഭാഗത്ത് ഉലകനാഥൻ്റെ തിരുജന്മം നടക്കുന്നു. ഞാനതങ്ങനെ പറഞ്ഞു വിട്ടപ്പോരല്ലോ. എന്തുകൊണ്ടാണ് അഗസ്ത് കൈസറിൻ്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് ഇവർ ഇവിടെ എത്തിച്ചേരേണ്ടി വന്നത്? ഈ യാത്രാമധ്യേ പല സത്രങ്ങളിൽ വിശ്രമിച്ചിട്ടും അവിടെയൊന്നും യേശുനാഥൻ്റെ തിരുജന്മം നടന്നില്ല. കൃത്യം യഹൂദയിലെ ബേത്ലഹേമിൽ വന്നപ്പോഴാണ് യേശുനാഥൻ്റെ തിരുജന്മം നടന്നതെങ്കിൽ അതിന് മറുപടി 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായി മീക്ക പറഞ്ഞ പ്രവചനമാ കണക്കിലെടുക്കേണ്ടത്. നീയോ ബേത്ലഹേം എഫ്രാത്തേ, യഹൂദ സഹസ്രങ്ങൾ നീ ഏറ്റവും ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധീപനായിരിക്കുന്നവൻ എനിക്കും നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. നിന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതുമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രവചനം അവിടെ കിടക്കുമ്പോൾ യേശു ക്രിസ്തു മറ്റൊരു സ്ഥലത്ത് ജനിക്കാൻ അനുവദിക്കത്തില്ല. കൃത്യം യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ചെങ്കിൽ ഒറ്റ ദൈവശബ്ദം കൂടെ ഞാൻ പറയാം. അങ്ങനത്തെ യേശു ക്രിസ്തുവിൻ്റെ തിരുജനം നടക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായിട്ട് ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ മുഴുവൻ കാര്യങ്ങളെ കടിഞ്ഞാൻ വലിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കുലുങ്ങി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാചി ചിന്തിച്ചു, ഇനി എൻ്റെ ശിരസിനെ തകർക്കാൻ ഒരുവനും രംഗപ്രവേശനം ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ കുലുങ്ങി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യഹൂദയിലെ ബേത്ലഹേമിൽ ലൗകിക രക്ഷകനായി നസറേയനായി ശ്രീ യേശു ക്രിസ്തുവിൻ്റെ തിരുജനം നടന്നെങ്കിൽ ഇന്ന് രാത്രി ഒറ്റ ദൈവശബ്ദം കൂടെ എൻ്റെ മുമ്പിൽ ദൈവജനത്തോട് ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു. ഏതെല്ലാം വടികൾ കൊട്ടി അടയപ്പെട്ട് കിടക്കുന്ന വടികളുടെ നടുവിൽ ദൈവത്തിൻ്റെ ചില വാതിലുകൾ തുറക്കപ്പെടാതിരിക്കത്തില്ല. 2024 ഒത്തിരി വടികൾ അടയപ്പെട്ട് നിങ്ങൾ കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ചരിത്രത്തെ സാക്ഷി നിർത്തി ഞാൻ പറയാം, മുഴുവൻ വാതിലുകളും ഒരു ഭാഗത്ത് പിശാചി കരങ്ങൾ എടുത്തിട്ട് അവൻ്റെ പദ്ധതിക്കുള്ളിലാണെങ്കിൽ ഇന്ന് രാത്രി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ അധികാരം പ്രാപിച്ചവൻ, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ ഈ പ്രഥമ രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ തലമുറകൾക്കായി, എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ നിറമുടിയോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കായി മറുപടിയുടെ കരമായി ഈ രാത്രി ദാവീദിന്റെ താക്കോൽ കൂട്ടം കയ്യിലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ അധികാരം പ്രാപിച്ചവൻ ഇറങ്ങി വന്നെന്ന് വിശ്വസിക്കുന്നവർ ആദരം തുറന്നു പറ, ദുഷ്ടപിശാചേ നിന്റെ പദ്ധതിയല്ല, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നടക്കും, ദൈവത്തിന്റെ പദ്ധതികൾ നടക്കും. തിരുപ്പിറവി തിരുജനം ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ ഭാഗമായി നടന്നെങ്കിൽ ഇന്ന് രാത്രി പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി യേശു ജനിച്ചെങ്കിൽ ഈ രാത്രി എൻ്റെ മുമ്പിൽ കൂടപ്പെട്ട ദൈവജനത്തോട് ഒരിക്കൽ കൂടെ ദൈവശബ്ദം വിളിച്ചു പറയുന്നു, നിങ്ങൾ കേട്ട ദൈവശബ്ദം, നിങ്ങൾ പ്രാപിച്ച വാഗ്ദത്തം, നിങ്ങളുടെ പറഞ്ഞ പ്രവചന ദൂറുകൾ നാളെ ഇതുവരെ നിറവേറാതെ മങ്ങലേറ്റുകൊണ്ട് പൊടിപടലങ്ങൾ വാദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ പ്രഭാഷണത്തെ ഉറപ്പിക്കുന്നു. ചിലതിന് അറുതി വരുത്താൻ ദൈവത്തിന്റെ കരം ഇവിടെ ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന പറ, കഷ്ടതയുടെ നടുവിൽ നടന്നാലും ജീവിപ്പിക്കുന്ന ദൈവം, സമാപ്തി വരുത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമെ കവിൾത്തടത്തി ഒഴുകിയ കണ്ണുനീരിന്റെ മറുപടിയുടെ രാത്രി കൂടിയായി ഈ രാത്രി മാറ്റപ്പെടുന്നെന്ന് പറയുമ്പോൾ അതെന്നോടുള്ള ദൈവ ശബ്ദം. അത് വിശ്വസിക്കുന്നവർ ആധരം തുറന്ന് ആമെ പറഞ്ഞു പ്രതികരിക്കട്ടെ. പരിശുദ്ധന്മാരോടൊക്കെ പറയുന്നു, നീതിമാന്മാരുടെ അവകാശത്തിന് മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. അനീതിയുടെ ചില ചെങ്കോൽ ഉടയപ്പെടുന്ന രാത്രിയാണ്. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമെന്ന് നിറവടിയോടെ പ്രാർത്ഥിച്ച പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ മറുപടി അവർ പാടി. സിയോന്റെ പ്രവാസികൾ മടങ്ങി വന്നപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. കഴിഞ്ഞ നാളെ തിക്താനുഭവങ്ങൾ അനുഭവിച്ച ചില വിഷയത്തിൻ്റെ അകത്ത് മറുപടിയുടെ കരം ഈ ദിവസങ്ങൾ വെളിപ്പെടുമെന്ന് ദൈവാത്മ വചന ശുശ്രൂഷയിൽ ഉറപ്പിക്കുന്നു. ചിലത് സ്വപ്നം കാണുന്നത് പോലെ ഇത് ശരിയാണോ, യാഥാർത്ഥ്യമാണോ എന്ന് തോന്നത്തക്ക നിലയിൽ ദൈവത്തിന്റെ മറുപടികൾ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വിശ്വസിക്കുന്നവർ അധരം തുറന്ന് ചില മിനിറ്റുകൾ കൂടെ ദൈവത്തെ ആരാധിച്ച് എന്നിട്ട് ഒരുമിച്ച് പറയണം, എൻ്റെ ശിരസിന്മേലെ ജ്വാലിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, എൻ്റെ മേലുള്ള ദൈവത്തിന്റെ കാര്യ പരിപാടിയാണ്. പിശാച് എത്രയൊക്കെ തട്ടിട്ട് നൃത്തമാടിയാലും അതിന്റെ നടുവിലൂടെ വാഗ്ദത്തങ്ങൾക്ക് വാടികൾ വെട്ടിത്തുറക്കാൻ പരമാധികാരിയാണ് എൻ്റെ ദൈവം. നസറായിന്റെ തിരുജനനം അതിന് സാക്ഷിയാണ്.
യേശുവിൻ്റെ തിരുജനം നടന്നപ്പോൾ വിശ്രമിക്കുന്ന ആട്ടിടിയന്മാർക്ക് ഒരു വലിയ സന്ദേശം കിട്ടി. സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സുഹൃത്തെ, കഴിഞ്ഞ ദിവസം ദീപാലങ്കൃതമാക്കി മധുര പലകാരങ്ങളൊക്കെ കൈമാറി സുന്ദരമായ പാട്ടുകളൊക്കെ പാടി യേശുനാഥൻ്റെ തിരുജനനം സ്മരിച്ചവരാണ് ഞാനും നിങ്ങളുമൊക്കെ. പക്ഷേ ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഉദ്ധാരകനായിട്ട് വന്നവനല്ല. തിരുനാഥൻ്റെ ജനത്തോട് ബന്ധപ്പെട്ട് സ്വർഗീയ ദൂതഗണം പറഞ്ഞ കാര്യമാണ്. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഘോഷിക്കുന്നു. യേശുക്രിസ്തു ഒരു സമൂഹത്തിൻ്റെ വക്താവല്ല. യേശുക്രിസ്തു ഒരു വർഗത്തിൻ്റെ വക്താവല്ല. യേശുക്രിസ്തു ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വക്താവല്ല. യേശുക്രിസ്തു ഒരു ക്രൈസ്തവൻ്റെ വക്താവല്ല. യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. യേശുക്രിസ്തു ഒരു തത്വചിന്തകനല്ല. യേശുക്രിസ്തു ഒരു ശാസ്ത്രജ്ഞനല്ല. യേശുക്രിസ്തു സകല മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ ആമേ സ്വർഗമഹിങ്ങൾ വെടിഞ്ഞുകൊണ്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കാലത്തിൻ്റെ കതിരവനാണ്. വിശ്വസിക്കുന്നവർ അധരം തുറന്ന് അഭിമാനത്തോടെ ആമേ പറയട്ടെ. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ദേശമേ മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരെയും നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല. അവനൊപ്പം പറയാൻ ആരുമില്ല. അവനെപ്പോലെ ആരാധ്യൻ മറ്റാരുമില്ല. ആരാധനകൾക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടെ കരമുയർത്തി സ്വതന്ത്രം പറഞ്ഞേ, അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. യേശുക്രിസ്തുവിൻ്റെ അവകാശ പ്രഖ്യാപനങ്ങൾ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഒത്തിരി കാര്യങ്ങൾ വിടുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇത് യെരൂശലേം ദേവാലയത്തിലേക്ക് എൻ്റെ കൂടെ ഒന്ന് സഞ്ചരിച്ചേ. 7 ദിവസം നീണ്ടു നിന്ന കൂടാരപ്പെരുന്നാൾ 7ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ കൂടാരപ്പെരുന്നാളിൻ്റെ ഉത്സവാഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. സ്ത്രീകളുടെ പ്രാകാരമാണ്. അതിൻ്റെ ഒരു സമീപത്ത് നാസറായൻ ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ പള്ളി ദീപാലങ്കൃതമായിരുന്നു. വിളക്കുകൾ തെളിഞ്ഞു നിന്നു. പക്ഷേ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ വിളക്കെല്ലാം അടഞ്ഞു, വെട്ടമെല്ലാം പോയി. നസറായൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഏഷ്യയുടെ വെളിച്ചമെന്ന് പറയുന്ന വ്യക്തിത്വങ്ങളുണ്ട്, ഭാരതത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അതൊക്കെ ആരെങ്കിലും അവരെക്കുറിച്ച് പറഞ്ഞതാ, നല്ല കാര്യം. ഒരു സമൂഹത്തിൻ്റെ, ഒരു വർഗത്തിൻ്റെ, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അരയും തലയും മുറുക്കിയ പോരാടിയ സാംസ്കാരിക പരിഷ്കർത്താക്കളുണ്ട്. അവരുടെ സേവനങ്ങൾ ശ്ലാഘനീയമാണ്. അവരുടെ കാലഘട്ടങ്ങൾ അവർ അങ്ങനെ അരയും തലയും മുറുക്കി പോരാടിയതുകൊണ്ട് ആ സമൂഹത്തിന് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ പ്രഭാഷണത്തിൽ ഉയർത്തുന്ന നസറായൻ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഉദ്ധാരകനായി വന്നവനല്ല. സകല മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഉലകത്തിലേക്ക് ഇറങ്ങി വന്നവനാണ്. ലോകത്തിൻ്റെ വെളിച്ചമാണ്. സുഹൃത്തെ, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്ന ഏക സത്യപ്രകാശം യേശുക്രിസ്തു മാത്രമാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെക്കൊണ്ട് പലതും ചിലതും ചെയ്യിക്കുന്ന വല്ലാത്തൊരു അന്ധതയുടെ വ്യാപാരം നിങ്ങളെ ഭരിക്കുന്നുണ്ടാകാം. ഇരുട്ടിൻ്റെ ശക്തി ഭരിക്കുന്നുണ്ടാകാം. അതടിച്ചു മാറ്റാൻ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലി കൊണ്ടോ കഴിയത്തില്ല. അകത്തെ അന്ധതയും ഇരുട്ടു മാറ്റാനും അടിച്ചു മാറ്റാൻ കഴിവുള്ള ഒരു വ്യക്തിത്വം യേശു മാത്രമാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അതുകൊണ്ട് ഇന്ന് രാത്രി ശുശ്രൂഷ കൊണ്ട് ചിലത് അടിയപ്പെടുന്ന നിമിഷങ്ങൾ കൂടെ ആയിത്തീരട്ടെ. ഇരുട്ടുമാറ്റുന്ന ഏക മാർഗം യേശുവിൻ്റെ മാർഗമാണ്. ഇത് അവൻ മരണത്തിൽ നിസ്തുല്യനാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മരണത്തിൽ നിസ്തുല്യനാണ് യേശുക്രിസ്തു. മരണത്തിൽ നിസ്തുല്യനാണ്. പ്രാർത്ഥന കഴിഞ്ഞ അനന്തരമായി ശിക്ഷഗണങ്ങളുമായി കെദ്രോൻ തോടിന് അക്കരയ്ക്ക് പോകുന്നു. ഗത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായി. കെദ്രോൻ തോടിൻ്റെ അക്കരെ ഗത്സമനത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ ആ ഗത്സമനത്തോട്ടത്തിലേക്കുള്ള പ്രവേശനത്തിന് തൊട്ടു മുമ്പ് കെദ്രോൻ തോട്, അതിലെ വെള്ളം ഒഴുകുന്നുണ്ട്. യെരൂശലേമിലെ ദേവാലയത്തിലെ യാഗപീഠത്തിൽ അർപ്പിക്കപ്പെട്ട ആ യാഗവസ്തുക്കൾ, അവിടെ അർപ്പിക്കപ്പെട്ട യാഗമൃഗങ്ങളുടെ രക്തം കൂടിയ താഴേക്കൊഴുകി വരുന്നത്. അവിടെ പാസ് ചെയ്ത് നസറായൻ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരു മൃഗങ്ങളും പക്ഷികളും എനിക്ക് പകരമായി അർക്കപ്പെടേണ്ടി വരില്ല. വിവരം ഉള്ള മനുഷ്യന് വേണ്ടി വിവരമില്ലാത്ത പക്ഷി മൃഗാദികൾ അർക്കപ്പെടുന്നു. ഇനി അർക്കപ്പെടേണ്ടി വരില്ല. എന്നേക്കുമായി പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടി ഗത്സമനയിലേക്ക് പോയി. ഇടനെഞ്ചു പൊട്ടിക്കരയുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നേക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം എന്നെ നിറവേറണമേ. അന്ന് രാത്രി ദേവാലയ പോലീസുകാരും പട്ടാളക്കാരും വന്ന് പിടിച്ചുകൊണ്ട് ഗബദ കൽത്തലെത്തി പീലാത്തോസിൻ്റെ പീഡനമുറിക്കകത്ത് കൊണ്ടുപോകുന്നു. മാറി മാറി വിസ്തരിക്കുന്നു, വിശദീകരിക്കുന്നില്ല. വിസ്തരിച്ചിട്ട് 2ാമത്തെ പ്രാവശ്യം പീലാത്തോസ് പറയുന്നു, ആ മനുഷ്യനിതാ, ഞാൻ അവനൊരു കുറ്റം കാണുന്നില്ല.
ജനം ആക്രോശിച്ചു, അവനെ അടിപ്പിക്കുക. പീലാത്തോസിൻ്റെ ഭരണാധികാരികൾ പീഡനമുറിക്കകത്ത് കൊണ്ടുപോയി നാസറായനെ കൽത്തൂണി കെട്ടി നിർത്തിയിട്ട് ചാട്ടവാറുകൊണ്ട് ആഞ്ഞാഞ്ഞടിച്ചു. അവൻ്റെ ശരീരത്തോടെ രക്തം ശീഘ്രഗതിയിൽ പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന മാംസപിണ്ഡമായി നാസറായൻ നിൽക്കുന്നു. തടിച്ചുകൂടി നിൽക്കുന്ന ജനത്തിൽ മുമ്പാകെ യേശുവിനെ നിർത്തിയിട്ട് പറഞ്ഞു, ആ മനുഷ്യനിതാ. വീണ്ടും രോക്ഷകുലരായ ജനം പറഞ്ഞു, അവനെ ക്രൂശിക്കുക. എന്ന് രാത്രി ശ്രദ്ധിച്ചേ, പൈൻമരത്തിൻ്റെ തടിയും ചുമന്നുകൊണ്ട് ഗോൽഗോഥ ലക്ഷ്യമാക്കി നസ്രായൻ യാത്ര ആരംഭിച്ചിരിക്കുന്നു. അടിയേറ്റവൻ, തുപ്പലേറ്റവൻ, താടിരോമങ്ങൾ റോമൻ നാണയത്തൊട്ടുകൾ കൊണ്ട് പിടിതെടുക്കപ്പെട്ടവൻ, ആമേൻ, രൂപഭംഗിയില്ലാതെ സൗന്ദര്യം നഷ്ടപ്പെട്ടവനായി വീണ്ടും എഴുന്നേറ്റ് നടക്കുന്നു. 1 കിലോമീറ്ററുണ്ട് ഗബദ കൽത്തടുത്ത് ഗോൽഗോഥയിലേക്ക്. ആ പോകുന്ന കാൽപാദങ്ങൾ ശ്രദ്ധിച്ച്, നീളം അടഞ്ഞ കാൽപാദങ്ങൾ, രക്തത്തിൻ്റെ നിറമുള്ള രക്തം പതിഞ്ഞ കാൽപാദങ്ങൾ. വീണ സ്ഥലത്തുനിന്ന് ഒരു ഭാഗത്ത് യേശു എഴുന്നേറ്റില്ല. നസ്രായോട് ചോദിക്കാം, എഴുന്നേക്കാൻ പറ്റാത്തതെന്താ? ത്രാണിയില്ലാഞ്ഞിട്ടല്ലോ? ആണോ? അല്ലവേ അല്ല. കുറേനക്കാൻ ഷിമോന് വേണ്ടിയും ചില മിനിറ്റുകൾ ലാസ്റ്റ് ടൈമിൽ മാറ്റിവെച്ചു. ഒത്തിരി ആശങ്ക വിശദീകരിക്കേണ്ട ഒരു കാര്യം പറയാം. ക്രൂശ് ചുമക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അത് നമുക്കും നമ്മുടെ തലമുറകൾക്കും ഒരു അനുഗ്രഹമാണ്. 2 കള്ളന്മാരുടെ മധ്യത്തിൽ നാമമാത്രമായി വസ്ത്രമെടുത്തുകൊണ്ട് നാസറായൻ കിടക്കുന്നു. ഇന്ന് രാത്രിയിൽ മുൾക്കിരീടധാരിയെ കിടക്കുന്ന യേശുവിലെങ്കിലേക്ക് നോക്കാം. ഈ രാത്രിയിൽ പാപത്തെ താലോലിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തെ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇന്നിൻ്റെ രാത്രി ഹൃദയത്തിൻ്റെ കവാടങ്ങൾ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുമോ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനോടും കൂടെ അത്താഴം കടിക്കും. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകത്തില്ല. ദൈവത്തിൻ്റെ പുത്രനായി ഞാൻ ഇനി ജീവിക്കും. ഇന്ന് രാത്രിയിൽ കടിയുന്ന പ്രിയപ്പെട്ടവർ തൽസ്ഥാനങ്ങൾ ചില മിനിറ്റ് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കാൽവറി 2 കള്ളന്മാരുടെ മധ്യത്തിൽ മുൾക്കിരീടധാരിയായി ആണികളെ തുങ്കപ്പെട്ട് കിടക്കുന്ന നസ്രായൻ നമ്മുടെ ഉദ്ധാരകനാണ്. ഇതാ പ്രിയരെ, അവിടെ നിന്ന് തൻ്റെ മരണം കഴിഞ്ഞനന്തരമായി യേശുവിനെ അരമത്തിക്കൊണ്ടുപോകാൻ ജോസഫിൻ്റെ കല്ലിൽ അടക്കം ചെയ്യുന്നു. അവിടെ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി. മരണത്തിൽ നിന്ന് 3-ാമത്തെ പകൽ ഉയർത്തെഴുന്നേറ്റവൻ അധികം താമസം പിന്നെ നമ്മെ ചേർക്കാൻ മടങ്ങി വരും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ കൂടെ ദൈവസന്നിധി സ്തോത്രം പറഞ്ഞ് ആമൻ. നമ്മെ അറിയുന്ന ഒരുവിൻ്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ദൈവശക്തിയുടെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു കാൽവറിയിൽ മരിച്ചു. പാപജീവിതത്തോട് വിട പറയാൻ ഇന്ന് രാത്രിയിൽ ആരാണ് തയ്യാറാകുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ യേശു മുട്ടുന്നുണ്ട്. കഴിഞ്ഞ നാളിൽ കേട്ട ദൈവശബ്ദം പുറംകാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് മുന്നോറുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വരാൻ സ്വർഗമാടി വിളിക്കുന്നു. യേശുവിലേക്ക്, ക്രൂശിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ രാത്രിയിൽ വിധേയപ്പെടട്ടെ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ചെന്ന് പഠിക്കട്ടെ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി എന്റെ ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. എന്റെ ദൈവത്തിൻ പൈതലാ ജീവിക്കും.